കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ ദിവസം, എക്സാക്ട് ഓവുലേഷൻ ദിവസം നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ സഹായിക്കും. ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ പലതരത്തിലുള്ള പൊസിഷൻസ് ചൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി എല്ലാവരും നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്ക് ഏത് പൊസിഷനാണോ കംഫർട്ടബിൾ ആ ഒരു പൊസിഷൻ എടുക്കാനായിട്ടാണ്. സാധാരണ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരുടെ മൂഡ് അനുസരിച്ചിട്ടാണ് പൊസിഷൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്നൊരു സമയമുണ്ടല്ലോ. ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരുന്ന ഒരു ദിവസത്തിൽ പുരുഷന്റെ സ്പേം നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം നമ്മളുടെ ശരീരത്തിൽ 5 ദിവസം വരെ നിലനിൽക്കും. എന്നാൽ സ്ത്രീകളുടെ അണ്ടം എന്ന് പറയുന്നത് മാക്സിമം ഒരു 24 to 36 hours മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നത്, എന്നാണോ നിങ്ങളുടെ ഫോളിക്കിൾ പൊട്ടി അണ്ടം പുറത്തേക്ക് വരുന്നത്, ആ ദിവസത്തിനേക്കാൾ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം മുൻപൊക്കെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂട്ടും. ഈ 5 ദിവസം മുൻപുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗർഭിണിയാകാൻ സാധ്യതയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഫെർട്ടൈൽ ടൈം പീരീഡിൽ, അതായത് എക്സാക്ട് ഓവുലേഷൻ ഡേ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 28 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ 14ാമത്തെ ദിവസം നമ്മൾ എടുക്കുക. ആ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു 12ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു 11ാമത്തെ ദിവസം മുതൽ 16ാമത്തെ ദിവസം വരെ 11, 12, 13, 14 നമ്മൾ വിടുക, 15, 16 ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള പൊസിഷനിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ ഇഷ്ടം ആ സ്റ്റൈൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം എക്സാക്ട് ഒരു ഓവുലേഷൻ ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതായത് 14 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് പറയുന്നത്. ആ ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ മിഷണറി പൊസിഷൻ സെലക്ട് ചെയ്യുക. മിഷണറി പൊസിഷനിൽ പലരും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. മിഷണറി പൊസിഷനിൽ സ്ത്രീ ബെഡിൽ കിടക്കുകയും പുരുഷൻ മുകളിലും വരുന്ന ഒരു പൊസിഷനാണ് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത്. ഈ മിഷണറി പൊസിഷൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതിൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ സ്ത്രീ കിടക്കുമ്പോഴേക്കും നമ്മൾ 2 കാലുകളും അവിടെ കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പുരുഷന്മാൻ ആ ടോപ്പിൽ വരുന്ന അവസരത്തിൽ നിങ്ങളത് മനസ്സിൽ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ആ ഒരു പൊസിഷനിൽ ഒരു സ്ലോപ്പാണ് വരുന്നത്. ആക്ച്വലി ആ ഒരു പുരുഷന്റെ ആ ഒരു മെയിൽ ഓർഗൻ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് ഒരു സ്ലോപ്പിലോട്ടാണ് അത് പോകുന്നത്. ഡൗൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആ പൊസിഷൻ പോയി നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സർവിക്സിന്റെ കറക്റ്റ് ആ സ്ലോപ്പിലാണ്. അപ്പോൾ ഗ്രാവിറ്റി എന്നുള്ള ഒരു കാര്യം അവിടെ മാറ്റേഴ്സ് ആവുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു പൊസിഷൻ നിൽക്കുന്നത് ശരിക്കും ഒരു സ്ലോപ്പിലോട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സർവിക്സിലോട്ട് എത്തുന്ന ഒരു പൊസിഷനിലോട്ട് അത് എത്തുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്പേമിന് ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ സ്ത്രീ മുകളിലിരിക്കുന്ന പൊസിഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പൊസിഷനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും ആ ഒരു പൊസിഷനിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഗ്രാവിറ്റി ഫോഴ്സ് എല്ലായ്പ്പോഴും സ്പേമിനെ മുഴുവൻ താഴേക്ക് വലിക്കും എന്നല്ല, എന്നാൽ ഒരു തുള്ളി പോലും വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൊസിഷൻ, എക്സാക്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു പൊസിഷനിൽ ആ ഒരു ദിവസത്തിൽ ആ ഒരു പൊസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഒന്നുകിൽ നിങ്ങൾ മിഷണറി പൊസിഷൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡോഗി സ്റ്റൈൽ എടുക്കുക. ഈ 2 പൊസിഷനും സഹായിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു സ്ലോപ്പിലോട്ട് പോകുന്നതുകൊണ്ട് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ അതൊന്ന് ഇരട്ടിയാക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ് ടൈം ഗ്യാപ്പിനേക്കാളും എളുപ്പത്തിൽ തന്നെ സെമന് ആ ഒരു ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തി എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അപ്പോൾ എക്സാക്ട് ഓവുലേഷൻ ഡേയിൽ നിങ്ങൾ ആ ഒരു മിഷണറി പൊസിഷനോ അതല്ലെങ്കിൽ രണ്ടാമത്തെ ഡോഗി സ്റ്റൈലോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് ബാക്കിയുള്ള നിങ്ങളുടെ ഏത് ഫെർട്ടൈൽ ടൈം പീരീഡിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി പ്രഗ്നന്റ് ആകാനായിട്ട് കാലതാമസം എടുക്കുന്നവർ ഈ ഒരു പൊസിഷനും കൂടി ആ ഒരു ദിവസത്തെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫെർട്ടൈൽ ടൈം പീരീഡിൽ എത്ര തവണ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം.
ഒരു തവണ ചെയ്യണോ, ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാമോ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഫെർട്ടൈൽ ടൈം പീരീഡിൽ എത്ര തവണ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീ ഫീമെയിൽ 100% കംഫർട്ടബിൾ ആണെങ്കിൽ, കാരണം ഒരുപാട് തവണ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ഫീമെയിൽ പാർട്ട്ണർക്കാണെങ്കിലും 2 പേർക്കാണെങ്കിലും ഇൻട്രസ്റ്റ് കുറവ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളും മെന്റലി നിങ്ങൾ ഫിറ്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാം. ഫെർട്ടൈൽ ടൈം പീരീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓരോ ദിവസവും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതും ഒന്നിടവിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതും ഒരു ദിവസത്തിൽ 2 തവണ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷെ അത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യാതെ ആ ഒരു ഇൻട്രസ്റ്റില് ഇഷ്ടത്തോടെ ഫോർപ്ലേയോടെ സ്ത്രീക്കും കൂടി ഓർഗാസം വരുന്ന രീതിക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനുള്ള സാധ്യതയെ അത് ഇരട്ടിയാക്കും. ഇരട്ടി എന്ന് പറയുമ്പോഴേക്കും ഏകദേശം നമുക്ക് ആ ഉള്ള സാധ്യതയെ ഒന്നും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെർവിക്സ് ഒക്കെ ഡൈലേഷൻ ആവുമ്പോഴേക്കും ആ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയെ അതൊന്ന് ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 15 മിനിറ്റ്സ് എങ്കിലും ബെഡിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലിക്വിഫിക്കേഷൻ ടൈമൊക്കെ മറ്റുള്ള ഇന്ററപ്ഷൻസ് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് നടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴോ സെമൻ പുറത്തേക്ക് വരുന്നതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് എങ്കിലും ബെഡിൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് കിടക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇന്റിമേറ്റ് ഹൈജീന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എടുത്തു പോയി വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകുക. ഒരുപാട് സോപ്പ് ഉപയോഗിച്ച് കഴുകാതെ മൈൽഡായിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവുലേഷൻ ദിവസം ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഒരുപാട് ഞരമ്പന്മാര് ചാനലിൽ വന്ന് കമന്റ്സ് ഇടാറുണ്ട്. ഈ ഡൗട്ട് ചോദിക്കുന്നവർക്കൊക്കെ ഒരുപാട് വൾഗറായിട്ട് റിപ്ലൈസ് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന്. അപ്പോൾ തന്നെ കമന്റ് റിപ്പോർട്ട് അടിച്ച് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക ആ പേഴ്സണെ. അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഡൗൺ ആയി പോകും. ഈ ചാനലിൽ വന്ന് കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേടിയായി പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും വൾഗറായിട്ടാണ് അവന്മാർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.